അപ്പോൾ നിങ്ങളിൽ പലർക്കും മാമിനെ അറിയാമെന്നറിയാം. എന്നിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു നിമിഷം മാമിനെ കുറിച്ച് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സിവിൽ ഡിഫൻസ് ടീമിലെ ഒരു അംഗമാണ് മാം. എഴുത്തുകാരിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഫങ്ഷണൽ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും കൂടിയായ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രുതി KS. നിഴൽ ഛായങ്ങൾ, ഓണയർ, നാൾ വഴികൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബ്രഹ്മപുരം എന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം എന്താണെന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് തീ അണയ്ക്കുന്ന ഒരു യജ്ഞത്തിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ശ്രുതി മാം. ഒപ്പം കോവിഡ് കാലത്തും പ്രളയകാലത്തും ഒരു വോളണ്ടിയറായി നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മാമിന് സാധിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ മികച്ച പ്രവർത്തനങ്ങൾക്കും കൃതികൾക്കും നിരവധി പുരസ്കാരങ്ങളാണ് മാം നേടിയെടുത്തിട്ടുള്ളത്. 2016 സഹകരണ ജീവകാരുണ്യ സമിതിയുടെ പ്രതിഭാ പുരസ്കാരം, 2017 36th സെഷൻ ഓഫ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർസിൽ ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ഷാർജ ബുക്ക് അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ നേടി. 2021 NK അക്ബർ MLAയിൽ നിന്ന് സോഷ്യൽ സർവീസ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസിനുള്ള എക്സലൻസ് അവാർഡ് കരസ്ഥമാക്കി. ആ വർഷത്തിൽ തന്നെ COVID-19 സമയത്ത് നടത്തിയ സേവനത്തിന് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ സത്സേവാ മെഡൽ ലഭിച്ചു. 2023 ദുബായിലെ മലയാളി റൈറ്റേഴ്സ് ഫോറത്തിന്റെ ലിറ്റററി ആൻഡ് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസിന്റെ റെക്കഗ്നീഷൻ ലഭിച്ചു. ഒപ്പം പ്രവാസി ഫെഡറേഷന്റെ ലിറ്ററേച്ചറിനുള്ള ഒരു അവാർഡ് കൂടി ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഈ ബുക്ക് മലയാളം പോയിട്രി ഓഫ് ഓൺലൈൻ പോയിറ്റ്സിന്റെ കാവ്യവസന്തത്തിൽ തന്റെ കൃതികൾ പ്രസിദ്ധീകരിച്ചതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ഇത് ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് ഈ സമയപരിധികളുള്ളത് കൊണ്ട് നമ്മളിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ PGക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഇവിടെ വേദിയിൽ നിൽക്കുന്നത്. ഈ ഒരു കയ്യടി പോരാ, നല്ലൊരു കയ്യടിയോട് കൂടി തന്നെ മാമിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണം. താങ്ക് യു.